ആഗോളസഭ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉറപ്പ്. ഈ ഉറപ്പാണ് ഈ തിരുനാളിൻ്റെ ആദ്യവും അവസാനവുമായ കാരണം. നമ്മളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിച്ച ക്രിസ്തുനാഥൻ നമ്മളോടൊപ്പം ദിവ്യകാരുണ്യമായി മാറി എന്നതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാൾ. അങ്ങനെ തന്നെ ശരീരമായും രക്തമായും ദിവ്യകാരുണ്യമായി ഈ ഭൂമിക്ക് നൽകി കടന്നുപോയ ക്രിസ്തുവിനെ നാം ഇന്ന് ഓർക്കുകയാണ്. സജീവനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആ പരിശുദ്ധ കുർബാനയിലുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ആശ്വാസവും. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്? വളരെ ലളിതമായ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അന്ത്യത്താഴത്തിൻ്റെ സമയത്ത്. ഒരു രാത്രിയിൽ ശിഷ്യന്മാരൊക്കെ ക്രിസ്തുവിനെ വിട്ട് പോകുമെന്ന് ഉറപ്പുള്ള സമയത്ത് ക്രിസ്തു ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അങ്ങനെ ഒരു രാത്രിയിൽ ഒരവസാനത്തെ അത്താഴത്തിന് ക്രിസ്തു സ്ഥാപിച്ചതാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് ചുരുക്കി വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ക്രിസ്തുവിൻ്റെ സ്വപ്നമാണ്. അവസാനം വരെ ഈ ഭൂമിയിലായിരിക്കാൻ, നമ്മുടെ ഉള്ളിലായിരിക്കാൻ ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഇതിനകത്തുണ്ട്. ആ ചരിത്രം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. മനുഷ്യൻ ആദ്യം പാപം ചെയ്തത് എങ്ങനെയാണ്? അത് വിശപ്പിൻ്റെ പേരിലാണ്. ഏറ്റവും മനോഹരമായ ഒരു കനി അത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് മനുഷ്യൻ ചിന്തിച്ചു. ഓർക്കണം, ഉള്ളിൽ ദൈവമുള്ളവന് പിന്നീട് ദൈവത്തെ പോലെ ആകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവരുടെ ഉള്ളിൽ ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് ദൈവത്തെ പോലെയാകാൻ അവർ കനി ഭക്ഷിച്ചു. ആ കനി അവർ ദൈവത്തിലുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. ഇങ്ങനെ പാപത്തിലായിരുന്ന ഒരു മനുഷ്യന് പിന്നീട് ദൈവവുമായൊരു ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, പഴയ നിയമത്തിൽ പല പ്രാവശ്യം ഈ ബന്ധം നഷ്ടപ്പെട്ടത് വിശപ്പിൻ്റെ പേരിൽ തന്നെയാണ്. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് മോശയുടെ അടുത്ത് വെച്ച് അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തത് വിശപ്പിൻ്റെ പേരിലാണ്. ഞങ്ങളിവിടെ കൊല്ലാനാണോ കൊണ്ടിട്ടിരിക്കുന്നതൊക്കെ ചോദിച്ചത് വിശപ്പിൻ്റെ പേരിലാണ്. അപ്പോൾ വിശപ്പ് എല്ലാ കാലത്തും ദൈവം മനുഷ്യനെതിരെ മറുതലിക്കാനും ദൈവം മനുഷ്യനെതിരെ സംസാരിക്കാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ അനുഗ്രഹം ഏസാവിന് നഷ്ടപ്പെട്ടതുപോലും വിശപ്പിൻ്റെ പേരിലല്ലേ? അങ്ങനെ വിശപ്പ് അനുഗ്രഹം നഷ്ടപ്പെടാനും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇത് പഴയ നിയമത്തിൻ്റെ ചരിത്രം. പുതിയ നിയമത്തിൽ പരിസ്ഥിതി ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, 3 പരീക്ഷണങ്ങളിലൂടെ ക്രിസ്തു കടന്നു പോകുമ്പോഴും ഏറ്റവും പരമപ്രധാനമായ ഒരു പരീക്ഷണമായി മാറിയത് വിശപ്പാണല്ലോ. കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ വിശപ്പ് എല്ലാ കാലത്തും ദൈവവുമായുള്ള ബന്ധവും ദൈവികത നഷ്ടപ്പെടുത്താനുള്ള കാരണമാകുമെന്ന് വളരെ മനോഹരമായി ക്രിസ്തുവിന് അറിയായിരുന്നതുകൊണ്ട് ക്രിസ്തു ആ വലിയ പരീക്ഷണത്തിൽ അതിജീവിക്കുകയാണ്. പിന്നീട് ക്രിസ്തു അവരെ പഠിപ്പിച്ചത് വിശപ്പിൻ്റെ പാഠങ്ങളൊക്കെയാണ്. 5 അപ്പം 5000 പേർക്കായി വിഭജിച്ചത് വിശപ്പിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, വിശപ്പിൻ്റെ പേരിലാണ്, അതൊരു സൂചന മാത്രമാണ്. എന്നാൽ തൻ്റെ കരങ്ങളിലാൽ അപ്പം എടുത്താൽ അപ്പത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് ക്രിസ്തു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 5 അപ്പം 5000 പേർക്കായി വിഭജിച്ചത്. അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിയാൽ അപ്പത്തിന് മാറ്റം സംഭവിക്കും. രണ്ടാമതായിട്ട് വെള്ളത്തിന് മുകളിലൂടെ അവൻ നടന്നു. എന്ന് വെച്ചാൽ തൻ്റെ ശരീരം അല്പം പോലും ഭാരമില്ലാതാക്കാനാകുമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. തൻ്റെ ശരീരത്തെ വെള്ളത്തിന് മുകളിലൂടെ നിർത്തി അവൻ അസാധാരണമായ അത്ഭുതം ചെയ്തു. ഇങ്ങനെയൊക്കെ തൻ്റെ ശരീരത്തിനും തൻ്റെ കരങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ പഠിപ്പിച്ച ക്രിസ്തു പതുക്കെ പതുക്കെ ശിഷ്യന്മാരെ ഒരുക്കുകയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ. ഒടുവിലാണ് ഞാനാണ് ജീവൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അവസാന സമയത്തെ അത്താഴമേശയ്ക്ക് വേണ്ടി ഒരുക്കിയത്. ഇനി ഞാൻ എന്ത് തന്നെ നിങ്ങളോട് പറഞ്ഞത് മറന്നു പോയാലും ഇത് നിങ്ങൾ മറക്കരുതെന്ന് ക്രിസ്തു അവരെ ഓർമ്മിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവേ. നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടാകണം, ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്, ഇത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ എന്തു തന്നെ മറന്നു പോയാലും, അവൻ്റെ വാക്കുകൾ എന്തു തന്നെ നമ്മൾ വിസ്മരിച്ചു പോയാലും ഒരിക്കലും മറക്കരുതെന്ന് ക്രിസ്തു ആഗ്രഹിച്ചത് നിത്യകാരുണ്യത്തിൻ്റെ പാഠമാണ്. ആ സജീവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തിന് വേണ്ടി ക്രിസ്തു അത് കാത്തുവെച്ചത്. ഒരുപക്ഷെ ആ അന്ത്യത്താഴം അതെല്ലാ കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ്, എല്ലാ ജീവിതത്തിൻ്റെ ഒരു ഓർമ്മയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലൂടെ ക്രിസ്തു കാത്തിരുന്ന് സ്ഥാപിച്ചാണ് ദിവ്യകാരുണ്യം. അതേ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തോടുകൂടി ഈ 2026 നമ്മളായിരിക്കുമ്പോൾ ഈ ക്രിസ്തു സജീവമാണ് നമ്മുടെ ഇടയിൽ. നമ്മുടെ വേദനകളിൽ കൂടെ ഉണ്ടാകാൻ, നമ്മുടെ സഹനങ്ങളിൽ ചേർന്ന് നിൽക്കാൻ, മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളോടൊപ്പം ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ
ഈ തിരുനാൾ ആഘോഷമാകട്ടെ. പ്രത്യാശയോടെ നയിക്കാൻ കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.